റജി ലൂക്കോസ്, ഇത് ഇപ്പോൾ നമ്മുടെ പാനലിൽ ഷാജി കോടങ്കണ്ടത്തുണ്ട്. ഷാജി കോടങ്കണ്ടത്ത് കാവ്യേറ്റുമായി പോയി, തടസ്സഹർജിയുമായി പോയി. റജി ലൂക്കോസ്, സംസ്ഥാന സർക്കാർ ആ കാവ്യേറ്റിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അതിൽ റെസ്പോണ്ടന്റാണ്. സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ല. സുപ്രീം കോടതി നമ്മുടെ നികുതിപ്പണം കൊടുക്കുന്ന അഭിഭാഷകരുണ്ട്. ഒരു കുഞ്ഞങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല റജി ലൂക്കോസ്. ഷാജി കോടങ്കണ്ടത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്തു പോയി കേസ് നടത്തുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുക. കാരണം വെച്ചാൽ ഞാനൊക്കെ അതിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്ത ഒരാളാണ്. നമ്മൾ ആദ്യമേ ഈ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുന്നതിൽ കാര്യമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിങ്ങൾ ഈ പറയുന്ന അഭിഭാഷകരോട് ഹാജരായാലും പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അധികാരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഭയങ്കര അധികാരമാണ്. പരമാധികാരികളാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ റോഡ് നിർമ്മാണത്തിൽ. ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഒന്നാമത്തെ കുറ്റവാളി ആരാ? ഇവിടുത്തെ ഒന്നാമത്തെ കുറ്റവാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റവാളി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ തെറ്റുകാരൻ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും ജയിച്ചു ഒരു MP ഉണ്ട് അവിടെ. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല? അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ തന്റെ നാട്ടിലെ ജനങ്ങളോട്? എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലേ? എല്ലാ MP-മാരും MLA-മാരും കണക്കാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. അല്ല റജി ലൂക്കോസ്, താങ്കൾ പറയുന്നുണ്ട് അവിടെ സംസ്ഥാന സർക്കാർ ഹാജരായാലും കാര്യം ഉണ്ടാവില്ല. ഹാജരാവുക എന്നുള്ളത് സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പറ്റം മനുഷ്യന്മാർ നരകിക്കുകയാണ്, നരകയാതന അനുഭവിക്കുകയാണ്. ഇവിടെ 18-19 മണിക്കൂർ ക്യൂവിൽ കിടക്കുകയാണ്. ഇവിടെ ആൾക്കാർ കഷ്ടപ്പെടുകയാണ്. ഷാജി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പൈസ എടുത്ത് സുപ്രീം കോടതിയിലിട്ട് പോകുന്നു. സാർ, സംസ്ഥാന സർക്കാർ പേരിനെങ്കിലും ഹാജരാവണ്ടേ അവിടെ? എന്താ ഉണ്ടാവാത്തേ? എന്താ തടസ്സം? എന്താ വക്കീലിന് പണമില്ലേ? നമ്മൾ പിരിച്ചു കൊടുക്കാമല്ലോ പൈസ ഇല്ലെങ്കിൽ. നമ്മൾ പരസ്പരം കുറ്റം ചാർത്തിക്കൊണ്ട് കാര്യമില്ല. കാരണം 15-16 മണിക്കൂർ പാലിക്കര ടോൾ പാസിനോടും മുരിങ്ങൂറിലും മനുഷ്യൻ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തലല്ല ആവശ്യം. ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തം നിറവേറണം. ഇല്ല എങ്കിൽ ഈ പാലിയക്കരെ കുറിച്ച് ഞാനൊരു കഥ പറയാം. 740 കോടി രൂപയുടെ പ്രോജക്റ്റ് 1836 കോടി രൂപ പിരിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാ അവിടെ പിരിക്കുന്നത്? അത് കൂടാണ്ട് തന്നെ അവിടെ പിന്നെ ഫാസ്ട്രാഗ് ഇല്ലാത്തവരിൽ നിന്ന് ഇരട്ടി തുക പിരിക്കുന്നു. കൊടും കൊള്ള. ഇവിടെ പൊതുസമൂഹ രംഗത്ത്, പൊതുജന രംഗത്തിറക്കണം. ഈ കൊള്ള ഇതാ അവസ്ഥ. നോക്ക്, വലിയ ബ്ലോക്കില്ല സമയം, എന്നിട്ട് പോലും ആംബുലൻസ് പോകാൻ കഷ്ടപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ പോകാൻ പറ്റണ്ടേ? ഇനി ബ്ലോക്ക്, ഇനി പോലീസുകാരുള്ള വഴിയൊക്കെ മാറ്റിവിട്ട് ഈ പറഞ്ഞ വണ്ടി കുറവാണെങ്കിലും വണ്ടി ഈ റോഡ് മുന്നോട്ട് പോകണ്ടേ റജി ലൂക്കോസ്? ഇവിടെ മൊത്തം കുഴിയാ, എല്ലാം പടം കുഴിയാ. ഇത് ഉണ്ണിയപ്പ കുഴി എന്നാ പറഞ്ഞ ഒരു പയ്യൻ ഇവിടെ നേരത്തെ. ആഷ്മി, ഇതിനകത്ത് ഏറ്റവും വലിയ ഗതികേടെന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പാലക്കാട്, കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകാനായിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു റോഡ് അവിടെ ഇല്ല. ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ദുരന്ത പാത താണ്ടി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പൊതുജനം രംഗത്തിറങ്ങണം. ഇവിടെ നേരത്തെ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും വരുന്നില്ല. അവർ കുറ്റവാളികൾ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ MP, അതുപോലെ തന്നെ ഈ തൃശ്ശൂരിലെ MP, ഇവരൊക്കെയാണ് തെറ്റുകാർ. നമ്മൾ ഒരു മൈക്കിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് പഴിചാരിയിട്ട് യാതൊരു കാര്യമില്ല. ബ്രിട്ടീഷുകാരനെ ഇവിടുന്ന് ഓടിക്കാമെങ്കിൽ ഈ പറയുന്ന ടോൾ പിരിവുകാരെ ഇവിടുന്ന് എന്തുകൊണ്ട് ഓടിച്ചുകൂടുക? അവിടെ ഗുണ്ടായിസ, അവിടെ 1 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കുന്ന പറയുന്നത് ഈ ഉത്തരേന്ത്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ. ഒരു തർക്കമില്ല. ഇവിടെ നിൽക്കുമ്പോൾ മൂന്നാർ വന്ന പോലെ കേട്ടോ. പക്ഷേ തണുപ്പൊന്നുമില്ല. കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന പോലെ പൊടി ഇറങ്ങിയിരിക്കുന്നു. നോക്ക്, ഇത് അങ്ങോട്ടൊക്കെ നോക്ക്. പൊടി അവിടെ പൊടി പറന്ന് നിൽക്കുന്നുണ്ടോ? പൂരം പൊടിയാണ് അല്ലേ? ഇത് കോടമഞ്ഞല്ലേ? പൊടിമഞ്ഞ് അങ്ങനെ ഇറങ്ങി നിൽക്കുക. ഇവിടെ ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും പൊടി ഒന്ന് ജീവിക്കുക. ഇതുണ്ടാക്കുന്ന അസുഖം എന്തുവാ എന്നുള്ളത് പിന്നെ അറിയട്ടെ. നാട്ടുകാർ പൊളിച്ചപ്പോ 100 വട്ടം പറഞ്ഞു സർവീസ് റോഡിന്റെ പണി തീർത്തിട്ട് നിങ്ങൾ ഇത് പൊളിക്കി എന്ന് പറയും. കൊരട്ടി ജംഗ്ഷൻ പോലും പൊളിക്കാൻ പോയതാ. അത് ശക്തമായിട്ട് നേരിട്ടില്ലെങ്കിൽ ഇന്ന് ഇതല്ല അവസ്ഥ. ഒരു 250 മീറ്റർ ഇപ്പുറത്തും 250 മീറ്ററും അപ്പുറത്തും ഒന്ന് സർവീസ് റോഡ് നിർമ്മിച്ചെങ്കിൽ ഈ ഗതികേടുണ്ടാവില്ല. എത്ര പ്രാവശ്യം ഞങ്ങളാ പറഞ്ഞത്? രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, എല്ലാ പാർട്ടിക്കാരും, നേതാക്കന്മാരും ജനപ്രതിനിധികളും പറയുന്നത് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവർ കേൾക്കില്ല എന്നാ. കേൾക്കില്ല എന്ന് പറയുന്ന എല്ലാ പാർട്ടിയുടെയും ജനപ്രതിനിധികളൊക്കെ നാളുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോട്ടെ. ചാലക്കുടിയിലത്തെ MP-യോ MLA മാത്രല്ല, കേരളത്തിലെ മധ്യ കേരളമാണത്. അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള യാത്ര ചെയ്യുന്നതാ. ഞാൻ പറയുന്നത് കേരളത്തിലെ ഇവരോട് പറഞ്ഞിട്ട് കേൾപ്പിക്കാൻ പറ്റാത്ത എല്ലാ, അത് ഇടതുപക്ഷായാലും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോട്ടെ. ഇവരൊക്കെ പാഠം പഠിപ്പിക്കാൻ പറ്റിയ ഒരു പീറ കമ്പനി പറഞ്ഞാൽ ഇവർ കേൾക്കത്തില്ല. ഇവർക്ക് നാണമുണ്ടോ? അതാണ് ഞാൻ പറയാം. ഇനി ഒറ്റ ഈ മുരുങ്ങൂരത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒപ്പമുള്ളത് പാവപ്പെട്ട കുറെ പോലീസുകാരും മാധ്യമ പ്രവർത്തകരും മാത്രം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു നേതാക്കന്മാരും ഇല്ല. ചേട്ടാ, അവിടെ ആണെങ്കിൽ 1700 കോടി രൂപ പൈസ പിരിച്ച ടോളിന് വേണോ? ആ ടോളിന് വേണോ?
ടോൾ വേണ്ട, ഈ കണക്കിനാണെങ്കിൽ ടോളിന്റെ ആവശ്യമില്ല. ഈ കണക്കിന് അല്ലെങ്കിലും വേണോ? 700 കോടി രൂപ നിർമ്മാണ ചെലവ്, അവർ പിരിച്ച 1700 കോടി ഫാസ്റ്റാഗ് വെച്ചതിന് മാത്രം. അതിന് മുമ്പ് വേറെ കോടികൾ. ഇനി എന്തിനാ അത്? ഇനി വേണോ കേട്ടോ? അത് വേണോ? വേണ്ട. ടോളൊക്കെ പണ്ടേ നിർത്തി കളയണം, തല്ലിപ്പൊളിച്ച് കളയണം. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ അത് അടിച്ചു പൊളിച്ചു നാട്ടുകാര്. ഇവിടെ ഒരാളും ചോദിക്കാനില്ല, ഒന്നുമില്ല. അവർക്ക് പോലെ നമുക്ക് ചെറിയ പേടിയുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വയലൻസ് ആണല്ലോ. അതല്ല അതിന്റെ വഴി, അതല്ല. ഇത് അടിച്ചു പൊളിച്ചു. ഈ നാഷണൽ ഹൈവേയുടെ റോഡ് തകർന്നത് കാരണം ഈ വണ്ടികൾ മുഴുവൻ ഈ ചുറ്റുവട്ടത്തുള്ള ചെറിയ റോട്ടിൽ കൂടെ പോയിട്ട് ഇന്ന് സത്യം പറഞ്ഞ ഈ ചുറ്റുവട്ടത്തുള്ള റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി.